ഈ മഴക്കാലം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആരാന്നറിയാമോ? വേറെ ആരുമല്ല, നമ്മുടെ താറാവ് മക്കളാണ് കേട്ടോ. ഈ മഴവെള്ളം അങ്ങോട്ട് ഒലിച്ച് വരുമ്പോണ്ടല്ലോ, ഇവർക്ക് ചാകര കിട്ടിയ പ്രതീതിയാണ്. പിന്നെ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ചാട്ടമായി, നീന്തലായി, ഒഴുകിപ്പോക്കലായി, ഒന്നും പറയണ്ട, ഒരു മേളമാണ് അവർക്ക് ഈ മഴ ഒന്നും യാതൊരു പ്രശ്നമില്ല. എൻ്റെ കോഴിമക്കളെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്ക്, എല്ലാവരും സേഫായിട്ട് അടച്ചിട്ടേക്കണം കേട്ടോ. അവർക്കുള്ള പനിയും വന്നാലോ. ഈ ടർക്കികളുടെ വിചാരം, ഈ താറാവിൻ്റെ കൂടെ കൂടി ടർക്കികളുടെ വിചാരം അവരും ഇപ്പം താറാവാണെന്നാണ്. അവരും ഈ മഴയും നനഞ്ഞ് ഇവരുടെ കൂടെ അങ്ങ് നടക്കുകയാണ്. മഴ വന്നാൽ ഒന്ന് കയറി നിൽക്കത്തൂല, ഇങ്ങ് നടന്നോളൂ ഇവരുടെ കൂടെ. വെയിലത്താണെങ്കിൽ ഒരു സ്ഥലത്ത് മാറിപ്പോയി അങ്ങ് നിന്നോളും. ഈ മഴ പെയ്താൽ പിന്നെ ഓട്ടാണ്, പറമ്പിൽ കൂടെ എല്ലാം എങ്ങോട്ടാണെന്നില്ലാതെ അങ്ങോട്ട് ഓട്ടാണ്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും അതും ഇതൊക്കെ നിൽപ്പുണ്ട്, എന്തെങ്കിലും വീണ് കിടന്നാൽ അതും എടുത്തോണ്ട് ഒരാളങ്ങ് ഓടും, പുറകെ എല്ലാവരും കൂടെ അങ്ങ് ഓടും. അവർക്കതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് മഴക്കാലത്ത് താറാവുളത്തിൽ നല്ല കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ വെള്ളം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിക്കിടന്നാൽ അപ്പം അതിൽ പോയി തൊളി കുത്തി അങ്ങനെ ചള്ളയാക്കും. അങ്ങനെ ഒരു വിഷയമുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇവരെ കൊണ്ട്. ഇവർ നല്ല ഹെൽത്തി ആയിരിക്കും. മഴക്കാലത്ത് അവർക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ കുറവാണ്. ചൂടുകാലത്താണ് താറാവുകൾക്ക് അസുഖങ്ങൾ കൂടെ വരുന്നത്. രാവിലെയും വൈകിട്ടും ഇച്ചിരി ഫുഡും കൊടുത്ത് ബാക്കി ടൈം മൊത്തം ഇങ്ങനെ അയച്ചു വിട്ടാൽ അവർ അടിച്ചു പൊളിച്ച് ഈ വെള്ളത്തിലൊക്കെ കളിച്ചൊക്കെ നടന്നോളും. താറാവിനെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മണിത്താറാവും. അവരും ഈ കൂടങ്ങ് നടന്നോളും. അവർക്ക് മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കുളിക്കാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് ഏറ്റവും അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും കുളിക്കാൻ പറ്റുന്നുള്ളത്. അതിപ്പോൾ എല്ലാം നടക്കത്തുള്ളൂ. പിന്നെ ഈ മഴക്കാലത്ത് പുതിയതായിട്ട് താറാവും കുഞ്ഞുങ്ങളെ എടുക്കുവാണെങ്കിൽ ആദ്യം കുറച്ച് ദിവസമൊക്കെ ഒന്ന് മാറ്റിയിടണം. നമ്മുടെ വെള്ളമൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരണമല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഈ ടൈമിൽ താറാവും കുഞ്ഞിനെ എടുത്താലും ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ താറാവ് വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.